എൻ്റെ യൂട്യൂബ് ചാനലായ എസ് വിഷൻ ബ്ലോഗിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം. മണലാരുണ്യത്തിൻ്റെ വചനപ്രസാദവും ലോകാനുഗ്രഹിയുമായ പുണ്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത്. ലോകത്തുടനീളം പ്രവാചക പ്രകീർത്തനങ്ങൾ വാഴ്ത്തപ്പെടുന്ന ഈ മാസത്തിൽ പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദരിദ്രരെ, ചൂഷിതരായ ആളുകളെ, പീഡിതരായ ആളുകളെ, മർദ്ദിതരായ ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, ആരാലും സഹായിക്കാൻ ആളുകളില്ലാത്ത നിരാലംബരായിട്ടുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം മുതൽ പുണ്യപ്രവാചകനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, ഈസാ നബിയും മൂസാ നബിയും ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ ഈ ലോകത്തിന് കാണിച്ച അനുഗ്രഹീതമായ പാന്താവ്, അത് തിരിച്ചറിയാനുള്ള ഏറ്റവും അസുലഭ നിമിഷങ്ങളാണ് ഈ മാസങ്ങളിൽ എങ്ങും കടന്നു പോകുന്നത്. അത് ഫോളോ ചെയ്യുവാനും അത് പ്രാക്ടീസ് ചെയ്യുവാനും അങ്ങനെ ലോകത്ത് ഒരു ആർദ്രതയുള്ള, ഒരു സ്നേഹമുള്ള, ഒരു വാത്സല്യമുള്ള, ഒരു കരുണയുള്ള മനസ്സിൻ്റെ ഉടമകളായി മാറുന്നതിന് വേണ്ടിയുള്ള, അതിനുവേണ്ടി ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന അത്തരം മെസ്സേജുകൾ, ആശയങ്ങൾ പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പുണ്യമായ മാസമാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ കവിതയായ ദിവാകരം എന്ന് പറയുന്ന കവിതയിൽ പ്രവാചകനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ ഏതാനും വരികൾ ഞാൻ ആലപിക്കുകയാണ്. നരലോക സേവനമാണു പരന്നു മഹത്തുക്കൾ കാട്ടുമൊരു ധർമ്മമഹോ, കരുണാവാൻ നബി മണിമുത്ത് രത്നമോ, പരമശ്രേയസ്സു നൽകുമൊരപ്പരൻ അറബിക്കടലിൻ്റെ തീരത്തിങ്കൽ ഉദിച്ചൊരു നിർമ്മല പ്രകാശമേ, ലോകത്തിൻ ഇരുളകറ്റുവാൻ വന്നൊരു ദിവ്യകാരുണ്യമേ, കരുണാവാൻ നബി മണിമുത്ത് രത്നമോ, കരുണാവാൻ നബി മണിമുത്ത് രത്നമോ. ഞാനിത് ആലപിക്കുകയല്ല ചെയ്തത്, പറയുകയാണ്. ആലാപനം എന്ന് പറയുന്നത് എനിക്കുള്ള ഒരു സിദ്ധിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും മഹാകവി കുമാരനാശാൻ, വള്ളത്തോൾ, ശ്രീനാരായണ ഗുരു തുടങ്ങിയ മഹത്തുക്കളൊക്കെയും പ്രവാചകൻ്റെ ഈ കരുണാർദ്രമായ ഹൃദയത്തെപ്പറ്റി പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരികളും ആശയങ്ങളുമൊക്കെ ഒരുപാട് എഴുതപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമുക്കറിയാം. എങ്കിലും ലോകത്ത് നന്മയുടെ പ്രകാശം പരത്തിയ പുണ്യപ്രവാചകൻ്റെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ ഇസ്ലാമിക സമൂഹത്തിലെ ഒരു വലിയ ആശയമായ ദരിദ്രരെയും പാവങ്ങളെയും ചൂഷിതരെയും മർദ്ദിതരെയും ആക്രമിക്കപ്പെടുന്നവരെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന ആ ഹൃദയാർദ്രമായ ആശയത്തിൻ്റെ വലിയ ഒരു പൊരുളറിയുന്നതിന് വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം നടത്തുവാനും അങ്ങനെ പ്രവാചക ദർശനം മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചക ദർശനത്തിലൂടെ നമ്മുടെ മനസ്സുകളെ നന്മകളുടെ തീരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റുന്ന ഏറ്റവും ദിവ്യമായ ഒരു മാസമാണ് റബീഉൽ അവ്വൽ. പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ ഒരു സംഭവം ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയ അനുയായികൾ തിരുമേനിയെ അറിയിച്ചു. ഈ യുദ്ധത്തിൽ ഏതാനും കുട്ടികൾ കൊല്ലപ്പെട്ടു. ഇത് പ്രവാചകനെ പിടിച്ചുലച്ചു. അവിടുന്ന് അത്യധികം അസ്വസ്ഥനായി. അനുചരന്മാർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു, കൊല്ലപ്പെട്ടത് നമ്മുടെ കുട്ടികളല്ല, ശത്രുക്കളുടെ കുട്ടികളാണ്. പക്ഷേ ഈ വിശദീകരണം നബി തിരുമേനിയെ ഒട്ടും തൃപ്തനാക്കിയില്ല. കുട്ടികളെല്ലാം ഒരുപോലെയാണല്ലോ, എല്ലാവരും നിരപരാധികൾ. അവിടുന്ന് അരുൾ ചെയ്തു, ആ കുട്ടികൾ ഒരപരാധവും ചെയ്തിട്ടില്ല, എന്നിട്ടും അവർ വധിക്കപ്പെട്ടു. പാവം കുട്ടികൾ. ഒരു യുദ്ധത്തിലും കുട്ടികൾ കുറ്റക്കാരല്ല. വലിയവരുടെ കുറ്റത്തിന് കൊച്ചുകുട്ടികൾ ശിക്ഷിക്കപ്പെട്ടുകൂടാ. ഇനിമേൽ നിങ്ങൾ ആരുടെ കുട്ടികളെയും കൊല്ലരുത്. മറ്റൊരിക്കൽ അവിടുന്ന് യുദ്ധരംഗത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ പട്ടാളക്കാരെ പ്രവാചകൻ ഉപദേശിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും വധിക്കരുത്, കെട്ടിടങ്ങൾ തകർക്കരുത്, വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത്, അള്ളാഹുവെ സൂക്ഷിക്കുക. ഇത് പ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചക അനുയായികൾക്ക് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളുമാണ്.
പ്രവാചകൻ പലപ്പോഴായി ഈ മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിനെ അങ്ങേയറ്റം തകർക്കാൻ വേണ്ടി പ്രവാചക ദർശനത്തെ, അല്ലെങ്കിൽ ആദം നബി മുതൽ പ്രവാചകനും വരെയുള്ള പ്രവാചക ശൃംഖലകളിലൂടെ ദൈവികമായി ഈ മനുഷ്യർക്ക് ലഭ്യമായ ദർശനത്തെ തകർക്കുവാൻ, അതിൻ്റെ വ്യാപനത്തെ തകർക്കുവാൻ മക്കയിൽ ഖുറൈശികളും അവരുടെ പ്രമാണിമാരുമൊക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവാചകനെ അങ്ങേയറ്റം അസ്വസ്ഥപ്പെടുത്തുകയും പ്രവാചകന് ഒട്ടകത്തിൻ്റെ കുടൽമാല അണിയിക്കുകയും കല്ലെറിയുകയും ഭക്ഷണം കൊടുക്കാതെ പ്രവാചകനെ ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തപ്പോൾ, അതുപോലെ തന്നെ പ്രവാചക അനുയായികളും പ്രയാസങ്ങളും യാതനകളും വേദനകളും അനുഭവിക്കപ്പെട്ടപ്പോൾ അവർ അവരുടെ ജന്മനാടായ മക്ക ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്യപ്പെട്ടത് നമുക്കറിയാം. അങ്ങനെ മദീനയിൽ പലായനം ചെയ്യപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ പ്രവാചകനെ സ്വീകരിക്കുകയും അതിനുശേഷം ഇസ്ലാമിക ദർശനത്തെ, അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ആദ്യ പ്രവാചകൻ മുതൽ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ ഈ മനുഷ്യരാശിക്ക് നൽകിയ ദർശനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടന്നപ്പോൾ അവരുമായി ഏറ്റുമുട്ടിയ ഒട്ടേറെ സന്ദർഭങ്ങൾ പ്രവാചക ചരിത്രത്തിന് ശേഷം പ്രവാചകന്മാരുടെ ഖലീഫമാരുടെ കാലഘട്ടത്തിലൊക്കെ നമുക്ക് വായിക്കപ്പെടാൻ അല്ലെങ്കിൽ കേൾക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള വേളയിൽ പോലും നമ്മുടെ കുട്ടികളെ, സ്ത്രീകളെ, വൃദ്ധരെ നിങ്ങൾ കൊല്ലാൻ പാടില്ല, അവരെ തടവിലാക്കാൻ പാടില്ല, അവരെ വെറുതെ വിടണമെന്നാണ് പ്രവാചക അനുയായികളായി ഈ യുദ്ധങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും യുദ്ധത്തിന് മുന്നിൽ നിന്ന് രണാങ്കളത്തിൽ പോരാടുകയും ചെയ്ത അനുയായികൾക്ക് നൽകിയ ഉപദേശം എന്ന് മനസ്സിലാക്കണം. കാരുണ്യത്തിൻ്റെ ഉറവിടമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നൽകുകയും ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മക്ക മണലാരുണ്യത്തിലൂടെ പൊള്ളുന്ന മണൽത്തരികളിലൂടെ നടന്നു പോകുമ്പോൾ വൃദ്ധയായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടുകയും ആ സ്ത്രീയുടെ തലയിൽ വിറക് വെട്ടി ശേഖരിച്ചുകൊണ്ട് വലിയ ഒരു കെട്ട് വിറക് ആ വൃദ്ധയായ സ്ത്രീയുടെ തലയിലുണ്ട്. അവർ ആ പൊള്ളുന്ന മണലിൽ നടന്ന് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസം അനുഭവിക്കുന്നതായി പ്രവാചകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രവാചകൻ ഓടി വന്നുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ നന്നേ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഈ വിറക് കെട്ടുമായി മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഈ വിറക് കെട്ട് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരാം. അങ്ങനെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിറക് കെട്ട് തൻ്റെ തലയിലേക്ക് ഏറ്റുവാങ്ങുകയും അങ്ങനെ അത് ചുമന്നുകൊണ്ട് പ്രവാചകനും ഈ സ്ത്രീയും മുന്നോട്ട് പോകുമ്പോൾ ആ സ്ത്രീ പ്രവാചകനോടായി പറഞ്ഞു, ഈ നാട്ടിലൊരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടത്രേ. അദ്ദേഹം മനുഷ്യരെയൊക്കെ പൈശാചികമായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സംസാര ശൈലി കൊണ്ടും അദ്ദേഹത്തിൻ്റെ മറ്റനേകം പ്രത്യേകതകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ അനുയായികളായ എല്ലാവരും മാറുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരുടെ സന്നിധിയിൽ, ആ മുഹമ്മദിൻ്റെ സന്നിധിയിൽ പോകരുത് എന്ന് മക്കയിലെ പ്രമുഖരായ ഖുറൈശി പ്രമുഖർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ നടന്നു പോകുന്ന വഴിയിൽ മുഹമ്മദ് നബിയോടായി ഈ സ്ത്രീ പറയുകയും അങ്ങനെ നടന്ന് അവർ വീട്ടിലേക്കെത്തി വിറക് വെച്ച് കൊടുക്കേണ്ട സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞ ശേഷം വളരെ സന്തോഷത്തോടു കൂടി ആ വൃദ്ധയായ സ്ത്രീ മുഹമ്മദ് നബിയെ യാത്രയാക്കുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനാണ് ആ മുഹമ്മദ്, ഞാനാണ് ആ പൈശാചികമായ മാർഗത്തിൽ നിങ്ങളെയൊക്കെ എൻ്റെ സന്നിധിയിൽ വന്നാൽ കൊണ്ടുപോകുന്നു എന്ന് അവർ പറയുന്ന മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീയിൽ വലിയ മാറ്റമുണ്ടാവുകയും ഈ സത്യസന്ധനായ ഈ വൃദ്ധയായ സ്ത്രീയോട് ഈ പൊള്ളുന്ന വെയിലിൽ ന്യായമായ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, അമ്മയോടുള്ള കൂറും നീതിയുമൊക്കെ പുലർത്തിയ ആ മുഹമ്മദിൽ വിശ്വസിക്കുകയും അങ്ങനെ സ്ത്രീ സത്യവിശ്വാസിയായി മാറുകയും ചെയ്തു എന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. പുണ്യപ്രവാചകൻ്റെ മഹത്തായ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നീതിയുടെ, സത്യസന്ധതയുടെ, സമത്വത്തിൻ്റെ, സമഭാവനയുടെ, വാത്സല്യത്തിൻ്റെ, പീഡിതരായ ജനകോടികളെ ഒന്നിച്ചു നിർത്തുന്നതിൻ്റെയൊക്കെ വലിയ ഒരു കൂട്ടായ്മയായി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സുകളെ അങ്ങനെ പാകപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് നടക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോടായി ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും നികൃഷ്ടമായ ഭക്ഷണം ഏതാണ് എന്ന്. അപ്പോൾ പ്രവാചകൻ്റെ അനുയായികൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, താങ്കൾ പറഞ്ഞാലോ. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഈ നാട്ടിലെ പണക്കാരെ മാത്രം വിളിച്ചുകൂട്ടി നടത്തുന്ന സദ്യകളും കല്യാണങ്ങളും ആഘോഷങ്ങളും ഒക്കെയാണ്. ആ ആഘോഷങ്ങളിൽ
ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണമാണ് ലോകത്തെ ഏറ്റവും നികൃഷ്ടമായ ഭക്ഷണം. പാവങ്ങളായ ആളുകളെ, ദരിദ്രരായ ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉന്നത കുലജാതരായ ആളുകളും പണക്കാരുമൊക്കെ ഒത്തുകൂടി അവർ കഴിക്കുന്ന ഭക്ഷണം, ഇവരെയൊക്കെ വിളിക്കാതെ കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നിന്ദ്യമായ നികൃഷ്ടമായ ഭക്ഷണമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദരിദ്രരായ ആളുകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, പാവങ്ങളായ ആളുകളെ, ചൂഷിതരായ ആളുകളെയൊക്കെ ചേർത്ത് നിർത്തുന്ന സമഭാവനയുടെ, ജാതിക്കും മതത്തിനും എല്ലാത്തിനും ഉപരി ദേശത്തിനും ഭാഷക്കുമപ്പുറം വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ വാക്താക്കളായി, അങ്ങനെ നല്ല മനസ്സിനുടമകളായി നമുക്കൊക്കെ മാറാൻ സാധിക്കട്ടെ. എല്ലാവർക്കും പ്രവാചകൻ്റെ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.